കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ 6 ഉദ്യോഗസ്ഥർ സിവിൽ ഡ്രസ്സിൽ കാറിനകത്തിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ സ്വകാര്യ സ്കോർപിയോ കാറിൽ ഇരുന്നാണ് മദ്യപിക്കുന്നത്. സ്റ്റേഷന്റെ മുന്നിൽ കാർ നിർത്തിയ ശേഷം അതിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അയ്യോ ചിരിക്കല്ലേ, ഇത് കഴിച്ചിട്ട് തിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. സത്യം തെളിയിക്കാനല്ല, അവനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞതിന്റെ സന്തോഷത്തിനാ. കഴിക്കേ മുതലാളി അയ്യോ ചേട്ടാ, ഇതെന്തിനടിയാടാ വഴി? ഞാൻ പോലും ഞെട്ടിപ്പോയല്ലോ. പോലീസ് ഉദ്യോഗസ്ഥരാണ്, സിവിൽ ഡ്രസ്സിലാണ്, അതും സ്റ്റേഷന് മുന്നിലിരുന്നാണ് മദ്യപിക്കുന്നത്. ഇതൊക്കെ എന്ത്? ഏതായാലും നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിൽ നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിച്ചതോടുകൂടിയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടത്. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം? ഞങ്ങളല്ലല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് നൽകുകയും തുടർന്ന് അന്വേഷണം പ്രഖ്യാപിക്കുകയുമായിരുന്നു. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ? ഗ്രേഡ് എസ് ഐ ആയിട്ടുള്ള ബിനു, അതോടൊപ്പം തന്നെ CPO രതീഷ്, മനോജ്, അരുൺ, അഖിൽ രാജ്, അരുൺ എന്നിവരാണ് ഈ കാറിലിരുന്ന് മദ്യപിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വെറുതെ സമയം കളയാൻ ഒരു തമാശക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആള് മദ്യപിച്ചതായി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. ഏറ്റവും പ്രധാനം, നിയമം അനുസരിക്കേണ്ടവരാണ്, അതിന് ബാധ്യതയുള്ളവരാണ്, അല്ലെങ്കിൽ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടവരാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പട്ടാപ്പകലിരുന്ന് മദ്യപിച്ചിരിക്കുന്നത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.